ഹലോ ഗൈസ്, നേരം വെളുത്തിട്ടോ. സമയം ഇപ്പോൾ ഒരു 7:30 ഉണ്ടാവും. ഞങ്ങൾ വീരാവലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെയിൽവേ സ്റ്റേഷനിലാണ് നിൽക്കുന്നത്. ഇവിടെ ആണെങ്കിൽ ഒരാളും മനുഷ്യരും ഇല്ല. പിന്നെ ഞങ്ങൾ പോണ വഴിക്കാണെങ്കിൽ ഇഷ്ടംപോലെ ചെറിയ ചെറിയ തുരങ്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഏകദേശം ഒരു 2000ൻ്റെ അടുത്ത് തുരങ്കം എന്നാണ് ഞാൻ ഗൂഗിളിൽ കണ്ടത്. തുരങ്കത്തിലൊക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെയാണ് കേട്ടോ ട്രെയിൻ പോകുന്നത്. പിന്നെ രാവിലത്തെ പരിപാടിക്ക് നോക്കിയപ്പോഴാണ് ബാത്റൂം ഒന്ന് ശ്രദ്ധിച്ചത്. അതായത് ബാത്റൂമിൻ്റെ ക്വാളിറ്റി ഒന്ന് കാണിച്ചു തരാം. ഇതൊരു വെസ്റ്റേൺ സ്റ്റൈലുള്ളതാണ്. പിന്നെ നമ്മുടെ നാട്ടിലത്തെയും അത്യാവശ്യം നല്ല ക്വാളിറ്റിയും വൃത്തിയും ഉള്ളത് തന്നെയാണ് കേട്ടോ. വലിയ കുഴപ്പമൊന്നുമില്ല സെക്കൻഡ് എസിയിൽ. ഹാൻഡ് വാഷും ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. പിന്നെ വേസ്റ്റ് ഒക്കെ കൊണ്ടുവിടാൻ 2 കവറും കാര്യങ്ങളൊക്കെ തൂക്കിയിട്ടുണ്ടായിരുന്നു. രാവിലെ എണീറ്റപ്പോഴാണ് ബ്രഷ് എടുത്തിരിക്കാനുള്ള ഓർമ്മ വന്നത്. അങ്ങനെ കുറച്ച് ദൂരം കഴിഞ്ഞാലാണ് രത്നഗിരി എത്തുക. രത്നഗിരി എത്തിയ സമയത്ത് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ബ്രഷ് വാങ്ങാൻ വേണ്ടി പോയി. അങ്ങനെ 2, 3 കടകളിലൊക്കെ തപ്പി. ഈ സ്ഥലത്തൊന്നും ഇല്ല. അങ്ങനെ ഒരു സ്ഥലത്തുനിന്ന് കിട്ടിട്ടോ. പിന്നെ ഞങ്ങൾ ട്രെയിൻ അപ്പത്തേക്ക് എടുത്ത് ചാടി കയറി വേറെ കമ്പാർട്ട്മെന്റിലാണ് കയറി പോയത്. അങ്ങനെ ഇവിടുന്ന് അവിടെ നീട്ടി അങ്ങട് നടന്ന് കുറച്ചങ്ങട് നടക്കണ്ടേനി. അങ്ങനെ തേർഡ് എസിയും തേർഡ് ഇയും ഒക്കെ കഴിഞ്ഞിട്ട് ആണ് ഞങ്ങൾ അവിടെ എത്തണത്. അങ്ങനെ അതിമനോഹരമായ പല്ല് തേപ്പും കഴിഞ്ഞിട്ട് ഞങ്ങൾ ഭക്ഷണത്തിലേക്ക് കടന്നിട്ടോ. ഭക്ഷണം മിതമായ ഭക്ഷണം ഞങ്ങൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതായിരുന്നു കേട്ടോ. ബ്രെഡും ജാമും ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ പഴം കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ അവൾക്ക് സ്പെഷ്യലായിട്ട് അവൾ ന്യൂട്രലയും കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അവൾക്ക് സ്പെഷ്യൽ ആണെങ്കിലും ഞങ്ങളും അത് കഴിച്ചിട്ടുണ്ടായി. പിന്നെ അവൾ സ്പെഷ്യലായിട്ട് വട്ടയപ്പം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ അത് ഞങ്ങളെ കൂടെ ഉള്ള ഉണ്ടായിരുന്ന ഫാമിലിക്കും കുറച്ച് അമ്മമാർക്കും ഒക്കെ കൊടുത്തിട്ടോ. അവർക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു. അവരതിൻ്റെ റെസിപ്പിയും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നേ. അതിനുശേഷം പിന്നെ റെസ്റ്റ് ആയിരുന്നു കേട്ടോ. റെസ്റ്റും ചെറിയ ചെറിയ ആക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെറിയ കുട്ടികളുടെ കൂടെയൊക്കെയുള്ള കളിപ്പരിപാടിയിലായിരുന്നു അശ്വതി. പിന്നെ സൈറ്റ് സീയിങ്ങും ഫോട്ടോ എടുപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോയി. പിന്നെ മുംബൈ എത്തിയിട്ടോ. ദേ ഈ കാണുന്ന സ്ഥലങ്ങളൊക്കെ മുംബൈ ആണ്. മുംബൈൻ്റെ ഈ ഇപ്പുറത്തെ സൈഡ് ബിൽഡിങ്ങും അപ്പുറത്തെ സൈഡ് നല്ല സൈഡ് വ്യൂ ആണ് ഉണ്ടായിരുന്നത്. കാണാൻ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. വീർ എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേഷൻ പാസ് ചെയ്തേ. ഇവരായിരുന്നു കേട്ടോ ഞങ്ങളുടെ കൂടെ ട്രെയിനിലുണ്ടായിരുന്ന ഫാമിലി. അവർ കുന്നംകുളത്തുള്ള കേട്ടോ. അവർ കുറച്ച് കായോർത്തൊക്കെ തന്ന് പിന്നെ അതൊക്കെ കഴിച്ചിങ്ങനെ ഇരുന്ന്. അങ്ങനെ ഉച്ചയായപ്പോൾ ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പനവേൽ എന്നുള്ള ഒരു മലയാളി റെസ്റ്റോറൻറ്റിൽ നിന്നാട്ടോ ഓർഡർ ചെയ്തത്. എൻ്റെ ഫ്രണ്ട് പറഞ്ഞാണ് ഇങ്ങനെ ഫോൺ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മൾ നാടൻ ഭക്ഷണം കൊണ്ട് തരും. നമ്മളെ നാട്ടിൽ കിട്ടുന്ന രീതിയിലുള്ള ഭക്ഷണം കൊണ്ട് തരും എന്നൊക്കെ. നാടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചോറൊന്നുമല്ല കേട്ടോ ഓർഡർ ചെയ്തത്. ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ബിരിയാണി തന്നെ ആയിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ബിരിയാണിയും കാര്യങ്ങളൊക്കെ കഴിച്ച് അതും ഞങ്ങളൊക്കെ ഒരുമിച്ച് തന്നെ എല്ലാം ഓർഡർ ചെയ്ത് ഒരുമിച്ച് തന്നെ ആയിരുന്നു ഇരുന്ന് കഴിച്ചത്. എല്ലാവരും നല്ല വൈബായിരുന്നു. അവർ വീട്ടിൽ നിന്ന് പിന്നെ ബീഫും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല വരട്ടി വെച്ചത്. അപ്പോൾ അത് വീഡിയോയിൽ എടുക്കാൻ മറന്നുപോയി. ബീഫ് കണ്ടാൽ പിന്നെ ചുറ്റുള്ള ഒന്നും കാണാൻ പറ്റില്ല. ഇപ്പം എത്തിയിരിക്കുന്നത് കല്യാൺ സ്റ്റേഷനിലാട്ടോ. ഞങ്ങളുടെ കൂടെ അപ്പുറത്തിലുണ്ടായിരുന്ന അമ്മമാരൊക്കെ ഇവിടെയായിട്ട് ഇറങ്ങിയത്. പിന്നെ ഒരാൾ നാസിക്കിലേക്കും ഉണ്ടായിരുന്നേ. ഉച്ചക്കത്തെ ഭക്ഷണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ചെറിയൊരു ഉറക്കം അത് മസ്റ്റല്ലേ. അങ്ങനെ ഞാൻ താഴെ കിടന്ന് ഓള് മുകളിൽ കിടന്ന് നല്ല ഉറക്കമാണ് കേട്ടോ. അങ്ങനെ ഒരു ടീം ഇറങ്ങിപ്പോയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് സൈഡിലുള്ള സീറ്റ് കുറച്ച് സമയം ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടോ. അങ്ങനെ പുറത്തേക്ക് നല്ല വ്യൂ ഒക്കെ കിട്ടി. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഓള് എണീറ്റ് സൗണ്ടും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ തുടങ്ങിട്ടോ. പിന്നെ നാസിക്ക് എത്തിയപ്പോൾ വേറൊരു അമ്മയും കൂടി ഉണ്ടായിരുന്നു. അവരും പോയി. പിന്നെ ഞങ്ങൾക്ക് ഈ താഴത്തെ ബർത്തും കൂടി ഫ്രീ ആയിട്ട് കിട്ടിയേ. ഈവനിംഗ് ഒക്കെ ആയപ്പോൾ ഒന്ന് ഫ്രഷായി ഒരു പൂളപ്പരിക്കാനം പോയപ്പോൾ ഒരു പൂളപ്പരി പാക്കറ്റും വാങ്ങിയിട്ട് അത് കഴിക്കാൻ തുടങ്ങി. ആ രാത്രി ആയപ്പോൾ ഞങ്ങൾ ഒരു പിസ്സ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ സ്വിഗ്ഗി വഴിയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. സാധനം വന്ന സമയത്ത് നിഷു അത് അൺബോക്സ് ചെയ്യാൻ തുടങ്ങി കേട്ടോ. അവനൊരു ഫ്രഞ്ച് ഫ്രൈസും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഭയങ്കരമായിട്ട് മുളക് പൊടിയൊക്കെ വെതറിയിട്ടിട്ടാണ് ആ സാധനം വന്നത് കേട്ടോ. കുട്ടികൾക്ക് ഒന്നും കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ ഞങ്ങൾ 2 പിസ്സ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്ന് ചീസ് ഉള്ളതും ചീസ് ഇല്ലാത്തതുമായിരുന്നേ. പക്ഷെ വന്നപ്പോൾ രണ്ടും ഒരേപോലെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ അത്തള വിച്ചുള്ള തവളാച്ചി പാടിയിട്ടാണ് 2 ടീമും അങ്ങോട്ടും ഇങ്ങോട്ടും പിസ്സ എടുത്തത് കേട്ടോ. ഞാൻ കോമഡിയാണ് ഈ സംഭവം. പിസ്സ അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതിന് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ പിസ്സ കഴിഞ്ഞപ്പോൾ അവൾ ന്യൂട്ടല്ലയും ബ്രെഡും സെറ്റ് ചെയ്യാൻ തുടങ്ങി കേട്ടോ. അത് കഴിഞ്ഞപ്പോഴാണ് ഇവർ പറഞ്ഞത് ഇവരെ കയ്യിൽ കുറച്ച് ഐറ്റംസ് ഉണ്ട്. മറ്റേ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള കറീൻ്റെ ഐറ്റംസ് ഉണ്ട് എന്ന് പറഞ്ഞത്. അങ്ങനെ ഒരു ചിക്കൻ്റെ സാധനം എടുത്ത് പൊട്ടിച്ച് ചൂടുവെള്ളത്തിലിട്ട് സെറ്റാക്കി. ഇതൊക്കെ ചിക്കൻ്റെ എന്ന് പറഞ്ഞിട്ട് ഇതിൽ ഗ്രേവി മാത്രമേ ഉള്ളൂ. ചിക്കൻ അരച്ച് ചേർത്തതാണ് തോന്നുന്നുണ്ട്. മൊത്തത്തിൽ ഭയങ്കരമായിട്ട് എരിഞ്ഞിട്ടൊക്കെ അത് വലിയ രസമൊന്നുമില്ല. എന്നാലും ഒരു എക്സ്പീരിയൻസിന് വേണ്ടി കഴിച്ചു കേട്ടോ. അങ്ങനത്തെ ഫുഡ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ കിടക്കാൻ പോവാണേ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.